മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സംഭവം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിക്കുക. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട്. വിഷ്ണു സുരേഷ് കൂടുതൽ അപ്ഡേറ്റുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. പറയൂ. കഴിഞ്ഞ തവണ ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള കേസ് പരിഗണിച്ചപ്പോൾ അതിരൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ദേശീയപാതക്ക് വീഴ്ച പറ്റിയെന്നടക്കമുള്ള വിമർശനങ്ങൾ കോടതി ഉന്നയിച്ചിരുന്നു. ഒപ്പം നിങ്ങളാണ് ഈ റോഡ് നിർമ്മാണത്തിലെ അഭികാമ്യർ എന്ന് പറയുന്നുണ്ടോ, ഇപ്പോഴും ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയ ചോദ്യങ്ങളും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ മലപ്പുറത്തെ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടത്. പക്ഷേ അന്ന് NHA നൽകിയത് 2 ആഴ്ച സമയം വേണമെന്നാണ്. എന്നാൽ കോടതി പറഞ്ഞത് അത്രയും സമയമൊന്നും നൽകാനാവില്ല, എത്രയും പെട്ടെന്ന് ഒരു ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ്. ആ റിപ്പോർട്ടാണ് ഇന്ന് കോടതിക്ക് മുമ്പാകെ നാഷണൽ ഹൈവേ അതോറിറ്റി സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിൽ ഇതുവരെ സ്വീകരിച്ച നടപടിയും അതോടൊപ്പം തന്നെ ഈ കരാറുകാർക്കെതിരെ എടുത്ത നടപടിയും ഒക്കെ പരാമർശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടായിരിക്കും നൽകുക. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിക്ക് മുമ്പാകെ NHA പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൽ ഘടനാപരമായ ഒരു മാറ്റത്തിനാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ്. ആ ഘടനാപരമായ മാറ്റം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് റിപ്പോർട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിശദമായ റിപ്പോർട്ട് ജൂൺ 5-ാം തീയതി ആയിരിക്കും നൽകുക. ഇന്ന് നൽകുന്നത് ഒരു ഇടക്കാല റിപ്പോർട്ടാണ്. അതിനപ്പുറത്ത് കോടതിയുടെ ഭാഗത്ത് കൂടുതൽ നിരീക്ഷണങ്ങൾ ഉണ്ടാകുമോ, വിമർശനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കാണുന്നത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ദേശീയപാത അതോറിറ്റി തീർച്ചയായിട്ടും വിവരങ്ങൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ കാര്യമായി പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല.